ആ ദിവസം കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और एक शुक्रवार की धीरे वचन की घोषणा के लिए हम आया है, सुनने के लिए मन लगाए। प्रभु ने अवसर दिया है, इसी कारण में मैं परमेश्वर को धन्यवाद देता हूँ। ആം, ജീവിതത്തിൽ ഇന്ന് കാണുന്നവരെ പലപ്പോഴും നാളെ കണ്ടെന്ന് വരികയില്ല. मानो के आज हम देखते हैं, कल हमारे में से खो जाते हैं। കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാകാമായിരുന്നതായ വലിയൊരു അപകടത്തിൽ നിന്നും കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. बीते सप्ताह में परमेश्वर की दास को इतनी गंभीर अनर्थ की हाल से प्रभु ने उन्हीं को रक्षा किया है, रक्षक हो गया है। നമ്മൾ വാഹനം ഓടിക്കുന്നവർ പലപ്പോഴും ഒരു കണക്ക് കൂട്ടൽ നടത്താറുണ്ട്. അതായത് നമ്മുടെ എതിരെ വരുന്നതായ വാഹനത്തിൻ്റെതായ വേഗതയും നമ്മുടെ വാഹനത്തിന്റെ വേഗതയും സാഹചര്യങ്ങളും എല്ലാം കൂടി ഒന്ന് വിലയിരുത്തിയിട്ടത്രേ നാം മൂവ് ചെയ്യുന്നത്. गाड़ी चलाने वाले गाड़ी चलाते हैं तो वो उनका मन में एक निर्णय है, आगे आने वाले और पीछे आने वाले और हम चलाते हैं, ये सब कुछ हम गिनती देखते हुए गाड़ी चलाता है। എന്നാൽ എന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. परमेश्वर की दास ने गिनती दिया, वो गलत हो गया। വളരെ ദൂരെ നിന്ന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് വരുന്നത് കണ്ടു. അതനുസരിച്ച് അതിന്റെ സ്പീഡ് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു. और इसकी बदले आगे से एक फास्ट पैसेंजर बस आया, ट्रांसपोर्ट बस आया था। परमेश्वर की दास की मन में जो योजना रखा, इससे भी अधिक स्पीड अपने गाड़ी पर आया है। ഏതായാലും വാഹനത്തിൽ മുട്ടുമെന്നുള്ളതായ സാഹചര്യം വന്നു. അവിടെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. गाड़ी टकराने के लिए समय वो आया, लेकिन प्रभु ने अद्भुत आश्चर्य रीति पर हमें बचाया है। ദൈവം വീണ്ടും ഒരിക്കൽ കൂടിയും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इसी कारण में प्रभु ने बचाया, इसी कारण में आपके सामने प्रभु की वचन लेकर खड़ा होने के लिए प्रभु ने अवसर दिया है। ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, ആത്മാവിനെ പ്രാപിച്ചു. എങ്കിലും അവന്റെ ജീവിതകാലം മുഴുവനും നിരന്തരമായിട്ടുള്ളതായ ഒരു പോരാട്ടത്തിലായിരിക്കുന്നു. एक व्यक्ति यीशु को अपनाया, ग्रहण किया, मसीह का संतान बन गया, लेकिन मृत्यु तक इन्होंने लड़ाई रण में है। നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജഡത്തിൽ കാണുവാൻ കഴിയുന്നതായ പഴയ മനുഷ്യൻ്റെതായ സ്വഭാവം അത് നമുക്ക് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നറിയാം. हमारा जिंदगी की शारीरिक अभिलाषाओं को त्याग कर हमारा मसीह के लिए जीना आवश्यकता है। നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും പ്രത്യാശയിലൂടെയും നാം അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. निरंतर प्रार्थना और जागते हुए रहना, इसी में हम जागते रहते हैं। അപ്പോ നമ്മിൽ വസിക്കുന്നതായ തിന്മയുടെ ശക്തിയെ പഴയ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. हम शारीरिक की अभिलाषाओं को त्याग करते हुए मसीह की वश में रहकर मसीह की आत्मा की भागी बनने के लिए हम प्रयत्न करते हैं और दौड़ते हैं। നാം ദൈവത്തിന്റെ ഒരു ജീവിക്കുന്നതായ സാക്ഷിയുള്ളതായ വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. हम मसीह की संतान बनकर मसीह की संतान होकर जीने के लिए आवश्यकता है। നാം ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഈ തിന്മയുടെ ശക്തികളും നമ്മോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. हम दुनिया में रहते हैं, निरंतर हमारा शरीर की बदले लड़ते हुए एक शत्रुओं की आत्मा काम कार्य किया करता है। നാം എത്ര പരിശ്രമിച്ചാലും സ്ട്രഗിൾ ചെയ്താലും ഈ പഴയ സ്വഭാവം അത് പൂർണ്ണമായിട്ടും നമ്മിൽ നിന്ന് മാറിപ്പോകാത്തതായിട്ട് നാം കാണുന്നു.
हम कितना भी परिश्रम करते हैं, कितना भी मेहनत करते हैं, प्रार्थना में लवलित रहते हैं, फिर भी शरीर अभिलाषा हमें पकड़ रहते हैं। ജനീകമായിട്ടുള്ളതായ ചിന്തകൾ, പ്രവൃത്തികൾ, ലോകമയത്വം, നിഗളം, സാത്താന്റെ പ്രവൃത്തികൾ, ഇതൊക്കെയും ഒരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തലപൊക്കാറുണ്ട്. और हम आत्मिक जागृति में जितना भी आते हैं, लेकिन शरीर की अभिलाषा हमारा जिंदगी में उड़ते हैं। ദൈവം സാധ്യമാക്കിയില്ല എങ്കിൽ ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. और हमारा मसीह हमारा बारे में गवाही नहीं, गवाह होकर नहीं होवे तो विश्वास योग्यता में रहने का कष्ट होते हैं. എന്നാൽ കർത്താവ് ഒരു ജയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. मसीह की आत्मा नए सिरे से होकर आगे बढ़ने के लिए प्रभु अवसर देता है. ജീവിത അന്ത്യം വരെയും നിലനിൽക്കുന്നതായ ഈ പോരാട്ടത്തിൽ, തിന്മയുടെ ശക്തികളോടുള്ളതായ പോരാട്ടത്തില്, പാപത്തിന്റെ ശക്തികളോടുള്ള പോരാട്ടത്തില് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. और शारीरिक अभिलाषाओं शैतान लड़ने के लिए, हराने के लिए आते हैं, उसकी सारे युक्तियों से हमारा मसीह हमको बचाते हैं, हमारे लिए चौकीदार होकर आत्मा कार्य करते हैं. വചനത്തിൽ നാം വായിക്കുന്നത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കുവാനത്രേ. बाइबल में ये हमको सिखाता है और आत्मा में जागृति होकर शैतान के विरोध में लड़ने के लिए है. എന്നാൽ നിരന്തരമായിട്ട് പ്രാർത്ഥനയിലൂടെ പോരാടി നാം പഴയ മനുഷ്യന്റെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. निरंतर प्रार्थना के साथ हमारा पुराना शरीर की अभिलाषाओं में हम जीवित रहे, उद्धार होए, मसीह की मेल मिलाप में रहे. ഇവിടെ നാം കാണുന്നത് നമ്മുടെ ജീവിതം നാം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. यहाँ पर हम देखते हैं हमारा शरीर मसीह के लिए अर्पण किए हुए है. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. पवित्र आत्मा की काम कार्य हमारा शरीर में भी देख सकते हैं. എന്നാൽ ഏത് വിധത്തിലും നമ്മെ പരാജയപ്പെടുത്തി ഒരു പാപിയാക്കി മുദ്ര കുത്തുവാൻ തക്കവണ്ണം പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. शैतान परिश्रम करते हैं, कोई भी कारण काम हमारे में डालते हुए मसीह की महिमा से रहित करने के लिए शैतान प्रयत्न करते हैं. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം അവരെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ സന്ദർഭം നമുക്ക് ഓർക്കാം. और मूसा ने उनके द्वारा इस्राएलियों की गुलाम में रहते हैं मिस्र देश में, वहां से छुटकारा देने के लिए और मूसा परिश्रम करते हैं, उसका बारे में हम देखेंगे. ഇസ്രായേൽ ജനങ്ങൾ ഫറവോന്റെ അടിമത്തിൽ നിന്നും അവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവനെ ഫറവോന് വീണ്ടും ഒരു വിചാരമുണ്ടായി, ഇങ്ങനെ അവരെ വിടുന്നത് ശരിയല്ല, അവരെ പിന്തുടർന്ന് പിടിക്കുക എന്ന്. इस्राएलियों ने मिस्र देश के गुलाम में से बचकर उद्धार होकर लाल समुद्र पार कर जाने के लिए यात्रा में है. उसी समय में और फिरौन ने ये बात मन में सोचने लगा, इसी प्रकार इस्राएलियों को छोड़ना नहीं, उनको पकड़वा देंगे. ഇവിടെ ഫറവോ സാത്താനെ പ്രതിനിധീകരിക്കുന്നു. यहाँ पर फरवो राजा ने शैतान को और निधान होते हैं. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിനാൽ മോചിക്കപ്പെട്ടതായ ഓരോ വിശ്വാസിയെയും പിന്തുടർന്ന് പിടിക്കുന്നതായ ഫറവോനിയ ശക്തിയെ നമ്മുടെ ജീവിതങ്ങളിൽ കാണുവാൻ കഴിയും. फरवोन की शक्ति सामर्थ्य से इस्राएलियों को बचाया और घेर लेने के लिए आया, ऐसी न आई. हमारा मसीह में आए हुए सारे विश्वासीगणों को
शैतान पकड़ने के लिए कोशिश करते हैं। പലവിധ മോഹങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ട് പലരെയും പിന്മാറ്റത്തിലേക്ക് ഇന്നും പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നു. कई प्रकार की शैतानी काम कार्य हमारे जीवन में डालकर विश्वास से रहित होने के लिए शैतान कार्य किया करता है। ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളരെയധികം ജ്വലിച്ച് പ്രകാശിച്ചതായ അനേകം വ്യക്തികൾക്ക് പിന്നത്തേതിൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. मैं इन बातों को जानकारी है ज्योतिर्मय होकर इतनी गंभीर रीति पर परमेश्वर की सेवकाई में आए हुए बहुत सारे लोग आजकल दिनों में पीछे हट गई है। പലരും പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു. कई लोग कई गंभीर बातों में फंस गई है। ചിലർ പണത്തിന്റെ മോഹത്തിൽ വീണുപോകുന്നു. औरों धन की अभिलाषाओं में गिर जाते हैं। ചിലർ ജഡത്തിന്റെ അഭിലാഷത്തിന് വിധേയരാകുന്നു. कईयों ने शारीरिक अभिलाषाओं में गिर जाते हैं। അവർ പിന്നെയും പാപത്തിൽ വീണുപോകുവാൻ ഇടയായിത്തീരുന്നു. औरों पाप के कीचड़ में गिर जाते हैं। എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വീണ് കിടക്കുന്ന അവസ്ഥയിൽ പോലും അവരെ രക്ഷിക്കുവാൻ യേശുവിനെ കഴിയും. और परमेश्वर की लोगों के बारे में मनन करते हैं। ऐसे हाल में से भी हमारा यीशु मसीह उद्धारक होकर उद्धार के लिए हमारे लिए आता है। ഇങ്ങനെ വീണു പോകുന്നതായ ദൈവദാസന്മാരെ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുത്ത് വീണ്ടും അവരെ സഹായിക്കുന്നതായ ചില ക്രിസ്തീയ സംഘടനകളുമുണ്ട്. ऐसे गिरे हुए लोगों को हाथ मिलाकर उद्धार की भाग में लाने के लिए मेहनत करने वालों और ऐसे झुंड भी आजकल दिनों में है। നമുക്ക് ദാവീദിന്റെ ജീവചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ഇതുപോലുള്ളതായ ഒരു വീഴ്ച കാണുവാൻ കഴിയും. दावीद की इतिहास हम खोकर निगल जाक देखेगा तो ऐसे प्रकार की एक हाल दावीद के जीवन में भी आया था। അനുകൂലമായ പാപം ചെയ്യുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ പിശാച് ഒരുക്കി കൊടുത്തു. दावीद को गिराने के लिए परिस्थिति सरल बना कर दिया। അതെ, പിശാചിന്റെ സ്വഭാവം അതാണ്, പാപം ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. शैतान की काम यही है पाप अपराध करने के लिए चारों तरफ ठीक ठाक कर देता है। ദാവീദിന്റെ കൂടാരം വീണുപോയി എങ്കിലും ദൈവം പിന്നത്തേതിൽ വീണ്ടും അദ്ദേഹത്തെ റിവൈവ് ചെയ്യുന്നു. और दावीद की डेरा गिर गया फिर भी यहोवा परमेश्वर ने वो डेरा उठा दिया है। ഈ പൈശാചിക ശക്തികളുമായിട്ടുള്ളതായ നിരന്തരമായ പോരാട്ടത്തിൽ പലരും ക്ഷീണിതരാണ്, അവർ വളരെ ദുഃഖിതരാണ്, പരാജയബോധത്താൽ പലരും പ്രവർത്തിക്കുന്നില്ല. और कई लोग गिरे हुए समय उनको उद्धार देने के लिए उठाने के लिए और कई लोग परिश्रम नहीं करते हैं। എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെയും പരിശുദ്ധാത്മാവിന് അവരെ ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ കഴിയും. वो ऐसे गिरे हुए व्यक्तियों को जागृति में और आत्मा की जागृति में लाने के लिए परिश्रम करेगा तो वापस ला सकते हैं। അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല വഹിക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. प्रेरित पौलुस ने यह बात की, मैं आग्रह रखते हैं भले भक्ति से काम करने के लिए, लेकिन मेरा इच्छा आग्रह के विरोध में मेरा शरीर में एक दूसरा आत्मा काम करते हैं। നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. भलाई काम करने के लिए मुझे आग्रह है, लेकिन काम की फल विरुद्ध में है। ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. मैं अच्छे भक्ति से काम करने के लिए आग्रह रखते हैं, लेकिन हो नहीं सकता है। ഞാൻ ഉദ്ധരിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള ചില വാക്യങ്ങളാണ്. ये रोमियो की पत्री 7वां अध्याय की चंद बात के बारे में मैं यहाँ पर चेतावनी देता है।
ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. और 7वां अध्याय में आग्रह है भले भले काम करने के लिए, अच्छे अच्छे काम करने के लिए आग्रह है, लेकिन मेरा विरुद्ध में मेरा शरीर की अभिलाषा लड़ चुकते हैं. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. और अंधकरण से, हृदय की गहराई से हमारा मसीह में आनंद मगन होता है, लेकिन मेरा खोपड़ी, मेरा सिर के अंदर आत्मा के विरोध में लड़ते हुए दूसरा एक आत्मा वास करते हैं. അദ്ദേഹം പറയുകയാണ്, എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. इनका शरीर की अंग भंग की वो लड़ाई में झुकते हैं, वो मेरे गुलाम बना देते हैं. അപ്പോ ഈ പാപപ്രവൃത്തികൾ തന്നെ വീണ്ടും ഒരു ഒരു എന്താണ് ഒരു അടിമയാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത്. शरीर की अभिलाषा मुझे गुलामी में लाने के लिए प्रयत्न करते हैं. അതുകൊണ്ട് അദ്ദേഹം അത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. इसी कारण में प्रेरित पौलुस ने ऐसा प्रार्थना करते हैं, मेरा जिंदगी हाय हाय. അത് 24-ാം വാക്യമാണ്, 7-24 വാക്യം. और वहां पर रोमियो की पत्री 7वां अध्याय 24वां पद में पाया जाता है. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. यहाँ में कैसा भाग मनुष्य है, मुझे इस मृत्यु की देह से कौन छुड़ाएगा. ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. हमारे प्रभु यीशु मसीह के द्वारा परमेश्वर की धन्यवाद हो. इसलिए मैं आप बुद्धि से तो परमेश्वर की व्यवस्था का, परंतु शरीर के पाप की व्यवस्था का सेवन करता हूं. താൻ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണ്, ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് എങ്കിൽ തന്നെയും ഈ പാപത്തിന്റെ ഒരു പ്രമാണം തന്റെ ജഡത്തിൽ വസിക്കുന്നതിനെ ഓർത്ത് താൻ വിലപിക്കുന്നു. उद्धार पाए हुए व्यक्ति है, आत्मा पाया हुआ व्यक्ति है और मसीह की संतान है, फिर भी पाप की अपराध मुझे गुलाम में लाते हैं. താൻ പാപത്തിന്റെ തടങ്കലിൽ ആകപ്പെട്ടിരിക്കുന്നതായ നിമിഷങ്ങളെ കുറിച്ച് താൻ പറയുകയാണ്. और पाप के बंधन में गिरे हुए हाल के बारे में प्रेरित पौलुस वहां पर दिया देता है. നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നാം ജഡത്തിലാണല്ലോ ജീവിക്കുന്നത്. हम उद्धार पाए हुए लोग हैं, फिर भी हम शरीर में रहते हैं. അത് മരണത്തിന് വിധേയമായിട്ടുള്ളതായ ശരീരത്തിലാണ് നാം വസിക്കുന്നത്. मृत्यु पाते हुए एक शरीर में हम वास करते हैं. അത് നമ്മെ അടിമയാക്കി കളയുന്നു പലപ്പോഴും. वो हमें निज व्यक्ति गुलामी में डाल देते हैं. അത് പഴയ മനുഷ്യന്റേതായ അവശിഷ്ടങ്ങൾ ഇന്നും അത് ദൈവമക്കളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. मसीह में आने के पहले हमारा शरीर की अभिलाषा होगी, जो बात वापस भी हमारे शरीर में आते हैं. ചില ജഡീകമായ അഭിലാഷങ്ങള്, പാപ ചിന്തകള്, മോഹങ്ങള്, ഇതൊക്കെയും പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അത് വീണ്ടും തലപൊക്കി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. शारीरिक अभिलाषा हो, हमारा धन दौलत की बात हो, कोई कुछ ना कुछ आंदोलन की नाई हमारा शरीर में उड़ते हैं. പഴയ കാലങ്ങളിൽ രാജ്യദ്രോഹികളായ ആളുകളെ രാജാക്കന്മാർ പിടികൂടുകയും അവർക്ക് മറ്റുള്ളവർ കാണത്തക്ക രീതിയിലുള്ളതായ വലിയ ശിക്ഷകൾ കൊടുക്കുകയുമായിരുന്നു. पुराना समय में राजा की भाषा की द्रोही विरोधियों को, लोगों को देखने के लिए खुले खुले नीति पर उनको दंड देते रहते थे.
അല്ലെങ്കിൽ ശത്രു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണെങ്കിൽ രാജാവ് അവിടെയുള്ള പരാജയപ്പെട്ട രാജ്യത്തിലെ രാജാവിനെ പിടിച്ചുകൊണ്ടുവരിക പതിവായിരുന്നു. और दूसरे अन्य राज्यों को घेर लेने के लिए जाते हैं, वहां की राजा को बादशाह को पकड़ लाते हैं और यहाँ पर और गुलाम में डालते हैं. ആ ഈ ഈ വ്യക്തിയെ ജീവനോട് പിടിച്ചതിന് ശേഷം ഒരു ശവശരീരത്തോടുകൂടി ആ വ്യക്തിയുടെ ശരീരം ചേർത്ത് കെട്ടിവെക്കുമായിരുന്നു. और अन्य राज्य को घेर लेते हैं, वहां से लाते हुए राजा को बादशाह को एक मृतक शरीर के साथ बांध लिया जाता है. ഈ മനുഷ്യൻ നാട് മുഴുവനും ഈ ശവശരീരവുമായിട്ട് വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാൻ നിർബന്ധിതനായിത്തീരും. ये व्यक्ति ये मृतक शरीर उठाकर दुर्गंध वास करते हुए ऐसे जाने का रास्ता होता है. അതിനെയാണ് ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ये आधा मरे हुए मरते हैं. അപ്പോ തന്റെ ഈ മരിച്ച ശരീരവും കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്ന് താൻ വളരെ പരിശീലനായിട്ട് അവസാനം തളർന്നു വീണ് മരിക്കും. ऐसा ये लाश उड़ाकर जाते 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 आखिरी में थक जाते हैं, गिरते हैं, मरते हैं. അതുകൊണ്ട് ഈ മരണത്തിന് അധീനമായ ശരീരം എന്നെ ആർ വിടുവിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചോദിക്കുന്നു. पौलुस ने ये बात बताते हैं, मैं कैसा अभाग मनुष्य हूं, मुझे इस मृत्यु की देह से कौन छुड़ाएगा. ഈ വിനാശകരമായ ശക്തിയിൽ നിന്നും അതിനോടുള്ള പോരാട്ടത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും എന്നാണ് ചോദ്യം. ये विनाश के गड्ढे से मुझे बचाने वाला कौन है. നാം ആഗ്രഹിക്കാത്തത് പാപം നമ്മെ കൊണ്ട് ജയിക്കുന്നതായ ഈ ജഡം അത് ഒരു ഡെഡ് വെയിറ്റ് ആണ്. मैं हमारे आग्रह नहीं, आग्रह सिवा अन्य दुष्ट शक्तियों हमें घेर लेते हैं, उसी में से कौन मुझे बचा देंगे. അദ്ദേഹം പറയാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ഒരു വിടുതലുണ്ട് എന്ന്. यहाँ पर पाया जाता है ये अधमा व्यक्ति हुई, उसी में से कौन मुझे को बचा देंगे. അതെ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം അത് ജയമുണ്ട്, ദൈവത്തിന് സ്തോത്രം എന്ന് അദ്ദേഹം അത് ഷൗട്ട് ചെയ്യുകയാണ്. और इतने ऊंचे स्वर से कहना जाता है, मुझे मेरा मृत्यु देह से कौन छुड़ाएगा कहते हैं, लेकिन प्रभु छुड़ाने के लिए उनका साथ भी साथ है. പാപത്തോടും തിന്മയോടുമുള്ള നിരന്തരമായ പോരാട്ടത്തിൽ നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുവിന് കഴിയും. पाप और अपराध में झुके हुए लोगों को छुटकारा देने के लिए प्रभु की आत्मा हमारे लिए है. ബദ്ധന്മാരെ വിടുവിക്കുന്നവൻ അത്രേ കർത്താവായ യേശു ക്രിസ്തു. बंदी गृह से बंधन में है, जो उन्हीं को रक्षा देने के लिए मसीह तैयारी है. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ അടച്ചിരുന്നതായ സന്ദർഭത്തെ ഓർക്കുന്നത് നന്നായിരിക്കും. और कारागृह में बंदी थे, उसी समय की हाल स्मरण करना उचित है. ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി ആ കാരാഗൃഹത്തിന്റെ വാതിലുകളെ തകർത്ത് അത് ജയിൽ ബ്രേക്ക് ചെയ്ത് തന്നെ പുറത്തു കൊണ്ടുവന്നു. कारागृह में जेल खाने में थे और जेल खाने की बाट को खोलकर दरवाजा तोड़कर और उनको वापस लाया है, बाहर लाया है. ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടും ദൈവത്തിന്റെ സ്വഭാവം കൊണ്ടും അത്രേ പല പേരുകളിൽ നാം വിളിക്കുന്നത്. और मसीह की स्वभाव माने मसीह की चिंता, मसीह की कल्पना हम अपनाता है, इसी कारण में कई नाम देते हुए हमें पुकारा जाता है. നമുക്ക് ജയം തരുന്നതായ കർത്താവിനെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവിനെ, അല്ലെങ്കിൽ നമ്മുടെ ജയക്കൊടിയായ കർത്താവിനെ നാം യഹോവ നിസി എന്ന് പറയുന്നു.
और हमारे लिए विजय की झंडा पकड़ते हैं, हमारा सहारा होकर, हमारा साथ होकर, हमारे लिए जीते हुए मसीह को यहोवा निस्सी नाम दिया गया है। കാരാഗ്രഹത്തിൽ നിന്നും പൗലോസിനെയും പത്രോസിനെയും അത് ജയിൽ ബ്രേക്ക് ചെയ്ത് പുറത്തു കൊണ്ടുവന്നതായ യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനെ നമുക്ക് യഹോവ ജയിൽ ബ്രേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. और प्रेरित पत्रोस हो, प्रेरित पौलुस हो, कारागृह से, बंदीगृह से उनको बाहर लाया और कारागृह को ब्रेक किया, धमकी दिया, उनको बाहर लाया हुआ मसीह की सामर्थ्य को हम भर के ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അതിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്നും വളരെ ആക്റ്റീവാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. हमें मसीह में आया, मसीह में हम झुका, जीवन उनको दिया, लेकिन हमारा हृदय की आग्रह के साथ उठ नहीं सकते हैं। हम वेदना के साथ रहेगा तो ऐसे विचार करने वालों, आज सुबह ही वक्त जान ले, बचाने के लिए हमारा मसीह की आत्मा हमारा साथ में साथ है. ആത്യന്തികമായിട്ടൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് വരെയും ഈ ഫൈറ്റ് തുടരുന്നതാണ്. आत्मिक जागृति आने तक हमारा ये कष्ट शोक भोगना पड़ते हैं. പുതിയ മനുഷ്യൻ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ അത് രൂപാന്തരം പ്രാപിച്ചതായ മനുഷ്യന്റെ ആത്മാവ്, പുതിയ മനുഷ്യൻ ജീവിക്കുന്നത് ഹൃദയത്തിലത്ര. नए सिरे से जन्म पाया हुआ व्यक्ति की हृदय के अंदर ये आत्मा वास करते हैं, बचा लेते हैं. ഈ ആത്മ മനുഷ്യന് ഒരു നാൾ, ഈ പുതു മനുഷ്യന് അതെ ഒരു നാൾ ഈ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എത്രയും നാമായിരിക്കുന്നത്. और आत्मिक जागृति में नए सिरे से जन्म पाकर मसीह की आगमन के लिए बाट जोते रहते हैं. एक दिन ये गुलाम में से प्रभु हमें वापस बाहर लाते हैं. നാം സഞ്ചരിക്കുന്നതായ വിമാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരു ഭൂമിയുടേതായ ആ ഗ്രാവിറ്റിയുടേതായ ആ ഫോഴ്സ് നിയന്ത്രിക്കുന്നിടത്തോളം കാലം അത് ഭൂമിയിൽ നിൽക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. और एक व्यक्ति या मसीह में आया, वो लोगों को भूमि की, ये धरती की और आकर्षण में, चिंता में, विचार में रहेगा तो इसी में से हम रहेगा तो इसी में हमारा पैर फंस जाता है. നാം യാത്ര ചെയ്യുന്നതായ വിമാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വിമാനം ഒരു നിശ്ചിത അല്ലെങ്കിൽ ഭൂമിയുടേതായ ആകർഷണത്തെ, വലയത്തെ അതിജീവിച്ച് അത്രയും ശക്തിയോടുകൂടി മുന്നോട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നതുവരെയും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഭൂഗുരുത്വ നിയമത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അതിന് പോകുവാൻ കഴിയുന്നത്. ഈ ഹവായി ഖണ്ഡ में एक जहाज प्लेन उड़ते हैं, इसकी भूमि की आकर्षित है, इसी में से बदल होता है, आकाश में उड़ते हैं, वापस आने का समय ये भूमि में, धरती में रहते हैं. इसी नहीं है एक विश्वासी की विश्वास जीवन. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അതിന്റെ മേൽ, വിമാനത്തിന്റെ മേൽ ഒരു നിയന്ത്രണവുമില്ല. और यहाँ से भूमि से एक विमान, एक प्लेन उड़ते हैं, आकाश मंडल में है, कोई भूमि को कुछ नियंत्रण नहीं होते हैं. ആത്മനിറവ് പ്രാപിച്ചതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ലോക മോഹങ്ങളിൽ അയാൾ ആകൃഷ്ടനായി തീരുകയില്ല. आत्मिक आत्मा पाएगा तो भूमि की नियंत्रण से नहीं, आत्मा हमें चलाते हैं. അതുകൊണ്ട് ഈ നമ്മെ പിൻവലിക്കുന്നതായ ഈ പോരാടുന്നതായ ശക്തികളുടെ മേൽ നാം ജയമെടുത്തേ മതിയാകുകയുള്ളൂ. इसी कारण में आपको ये बात चेतावनी देता है, शारीरिक अभिलाषाओं में नहीं,
आत्मिक अभिलाषाओं में जीना, बैठना, काम करना और आवश्यकता है। നാം ഈ പോരാട്ടത്തിൽ സത്യത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുന്നതായ പടയാളികൾ അത്രേ. और ये गवाह होकर हम काम सेवकाई में और युद्ध की और ये स्थान में विश्वासीगण നാം ചിലപ്പോഴൊക്കെ അത് മുഷിഞ്ഞു പോകാറുണ്ട്, അത് മടുത്തു പോകാറുണ്ട്, പരാജയപ്പെട്ടതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നു. എങ്കിലും അത് ധൈര്യപ്പെടുക, കർത്താവ് നമ്മെ ഇനിയും ഉപയോഗിക്കാൻ പോകുന്നു. मसीह के लिए काम करने वाले हमारा आग्रह के साथ जितना आशा के साथ सेवकाई में है, हमारा मानवीय विचार के आधार पर कर नहीं सकता है, उठता नहीं है। ऐसे अफसोस में होते हैं, जागते रहे, मसीह हमें उपयोग करेंगे. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും നമുക്ക് സാത്താനോട് പോരാടുവാൻ കഴിയും. और रिक्त बहाया लोगों के कारण शैतान में विजय पाए हुए विश्वासी गणों, हम पराजित नहीं रहेंगे और जीते रहेंगे. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുമെങ്കിലും നമുക്ക് ഒരു വലിയ ശോഭനമായ, ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ളതായ, മഹത്വകരമായ ഒരു ഭാവിയാണ് ഉള്ളത്. और हम जीते हैं, शरीर में है, कई प्रकार के दुख भोगना पड़ेगा, तो हमारा जिंदगी में एक आशा दिया है, हमारा मसीह आने वाला है, मसीह हमें जीने देते हैं. നാം ഒരു നാൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരും. നമ്മുടെ കണ്ണുനീരൊക്കെയും തുടയ്ക്കപ്പെടുന്നതായ അശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളെ നാം പ്രത്യാശയോടുകൂടി കാണുന്നു. हम जीते हैं, हमारा आंख से आंसू पोंछ लाते हैं, ये दुखी भरी जीवन में से आनंद से मगन होने के लिए एक कारण रास्ता मसीह हमारे लिए दिया देगा. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ തന്നെ പൂർണ്ണമായും കഴുകൽ പ്രാപിച്ചുകൊണ്ട്, അത് നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ അത് സ്വർണ്ണ അത് വിരിച്ചിരിക്കുന്നതായ വഴിയിലൂടെ നാം സഞ്ചരിക്കേണ്ടവരത്രേ. मरा है, हमारे लिए जीवन दिया है, गला काट दिया है, जो मेमना की लोगों की कारण द्वारा हमारा मसीह हमें बचाएगा, हमें उठा लिया जाएगा. അവിടെ നമുക്ക് ലോകത്തിൻ്റെതായ, അത് ലോകത്തിൽ അനവധി കഷ്ടങ്ങൾ സഹിച്ചതായ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നതായ അത് ഒരു വലിയ ഒരു പുരുഷാരത്തെ, അത് വെള്ളവസ്ത്രം ധരിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നതായ ഒരു വലിയ സമൂഹത്തെ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് കാണുവാൻ കഴിയും. ऐसे प्रकार वेदना दुख भोग कर गला घाटा, रक्त बहाया, जीवन अर्पण किया, उद्धार पाया, एक महाझुंड के बीच में रहने के लिए प्रभु अवसर देगा. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അവന് എങ്ങനെയെങ്കിലും ഒരു വിശ്വാസിയെയും ഒരു കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരുത്തനെ ഇല്ലാതാക്കുക എന്നത്രേ ആദ്യം പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. हमारा विरोध में लड़ते हुए शैतान हमारा मसीह की और दृष्टि लगाए हुए पवित्रों को गिराने के लिए कोई भी रास्ता ढूंढते हैं, गिराने की अवसर देता है. അവൻ ഈ ഭൂമുഖത്തു നിന്നും നീക്കപ്പെടുന്നതിന് മുമ്പേ അവനെ ഏത് വിധത്തിലെങ്കിലും അത് ക്യാപ്റ്റീവ് ആക്കുവാൻ, തടവിലാക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ നിരന്തരം പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം മരണത്തിന് ശേഷം ഈ ഒരു ദൈവപൈതലിനെ തൊടുവാൻ പിശാചിന് കഴിയില്ല. मृतकों के बीच में से वेदना दुख भोगने की होगी, बीच में से हमें एक दिन उद्धार देते हुए हमारा मसीह के सामने रहने देता है मसीह. അതുകൊണ്ട് ഈ നാം ഇപ്പോൾ കാണുന്നതായ നമ്മളുടേതായ ജീവിതം അത് ക്ഷണികമായിട്ടുള്ള ജീവിതമാണ്, ഇതാണ് എല്ലാം എന്ന് നമ്മൾ വിചാരിക്കരുത്. ये दुनिया में हम रहते हैं, ये जीना क्षण भर समय में बीत जाते हैं, हम उठा लिया जाता है, हमारा विश्वास
वो ही है। നാം വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികളായതുകൊണ്ട്, കർത്താവുമായ ബന്ധമുള്ളത് കൊണ്ട് നാം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നിത്യമാണ്, ഇറ്റേണലാണ്. അതിന് हम उद्धार पाए हुए लोग हैं, यीशु को ग्रहण किए हुए लोग हैं, इसी के लिए हमारा आत्मा आनंद काल के लिए है। അതുകൊണ്ട് കാൽവരിയിൽ കാണുന്നതായ ആ ക്രൂശിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. इसी कारण में काल्वरी क्रूस पर हमारे लिए रक्त बहाया, जीवन दिया, हमें उद्धार दिया। वो मसीह की चेहरे की ओर देखते हुए आगे दौड़े, मसीह हमें आशीर्वाद दिया करेंगे। കാൽവരിയിൽ ചൊരിഞ്ഞതായ യേശുക്രിസ്തുവിന്റെ രക്തം അതത്രേ നമ്മുടെ ജീവിതത്തിൻ്റെതായ വിജയം എന്ന് പറയുന്നത്. काल्वरी क्रूस पर हमारे लिए बहाया हुआ रक्त के कारण हमारा विजय वो ही है, वो रक्त के कारण विजय देता है। അത് ആ രക്തം ചിന്തിയത് കൊണ്ട് പിശാചിനെ തലയെ തകർക്കുവാൻ യേശുവിന് കഴിഞ്ഞു. यीशु मसीह के विजय के कारण शैतान को सुर को कुचल डालने के लिए रास्ता हुई है। യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ പിതാവായ ദൈവം യേശു ദൈവമാണെന്ന് തെളിയിച്ചു. यीशु मसीह की जीव उठने की रास्ताओं में यीशु मसीह परमेश्वर है और सबूत दिया है। അതുകൊണ്ട് ഈ ക്രിസ്തുകാലം നാം ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് നിത്യതയുടെ വെളിച്ചത്തിൽ ആയിരിക്കണം, ആ ഒരു ലോങ് ടൈം കാഴ്ചപ്പാടിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. इसी कारण में मैं हमको यही बात दिया है, नए सिरे से जन्म पाने के कारण विश्वास योग्य रहकर मसीह के लिए जीना आवश्यकता है। ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നതായ ലോകപ്രശസ്തനായ സ്പർജനെ കുറിച്ച് ഇങ്ങനെ വായിക്കുവാൻ കഴിഞ്ഞു. सुप्रसिद्ध स्पर्जन इंग्लैंड में जन्म पाया, उसके बारे में ऐसे प्रकार की इतिहास है। ശക്തമായ കൊടും തണുപ്പുള്ളതായ ഒരു സമയമായിരുന്നു. और ठंडी की मौसम था, एक अवसर उसी में मिला। അപ്പോൾ അദ്ദേഹം അവിടെ സമീപത്തുണ്ടായിരുന്നതായ ഒരു മെത്തഡിസ്റ്റ് സഭയിൽ കയറുന്നതിനിടയായി തീർന്നു. इस तरह ठंडी के मौसम में मेथोडिस्ट मंडली की एक सदस्य वो भी ही आया। എന്നാൽ അവിടെ അന്ന് സഭാ ശുശ്രൂഷകൻ ഇല്ലായിരുന്നു. वहां पर आमतौर पर की प्रार्थना नहीं थे। അന്ന് അദ്ദേഹത്തിന് 15 വയസ്സാണ് ഉണ്ടായിരുന്നത്. उसी समय उनका 15 वर्ष की उम्र थे। അന്ന് ശുശ്രൂഷ നടത്തിയിരുന്നത് സാധാരണക്കാരനായ ഒരു ചെരുപ്പ് കുത്തിയോ അല്ലെങ്കിൽ ഒരു ടെയിലറോ ആയിരുന്നു. वहां पर पासमान नहीं था, लेकिन मिट्टी चलाया। वहां पर एक जूता बनाने वाला साधारण व्यक्ति थे। അപ്പോൾ സ്പർജൻ ഇങ്ങനെ വിചാരിച്ചു, ഞാനിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് തെറ്റായ സ്ഥലത്താണ്. वो स्पर्जन के मन में ये बात आया, गलत जगहों में मैं आया है। കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു, और मौसम बदल था। ശരിയായിട്ടുള്ളതായ ഒരു കോൺഗ്രിഗേഷന്റെ ഒരു സഭയിലല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത്. अच्छे शिक्षक शिक्षा मिलता हुआ एक पाठशाला में मैं नहीं आया। അത് മാത്രമല്ല, പ്രാസംഗികനാണെങ്കിലോ അത് ശരിയായിട്ടുള്ള ഒരു പ്രാസംഗികൻ അല്ലല്ലോ. प्रचार देते हुए प्रचारक भी सही व्यक्ति नहीं थे। എന്നാൽ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഒന്നും പറയുവാനില്ലാത്തത് കൊണ്ട് उन्हों को अधिक से अधिक बात करने के लिए उनका मन में नहीं था। അദ്ദേഹം ഈ പ്രാസംഗികൻ യെശയ്യാവിന്റെ പ്രവചനം 45-ാം അധ്യായം 22-ാം വാക്യം എടുത്ത് വായിച്ചു. वो प्रचारक ने यशायाह नबी की पुस्तक 55 अध्याय में 45वें अध्याय में एक वचन खोकर
उन्होंने वचन दिया। അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. सारे भूवासियों मन फिरावो, मेरी ओर तेरी मुंह फिरो और मेरे वचन मान लो। ये वचन पढ़ा है। അപ്പോ അന്നത്തെ ആ വ്യക്തിയെ ശുശ്രൂഷ നടത്തിയ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെ ഒന്നും പറയുവാൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം ഈ വചനം തന്നെ കുറെ പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. ये प्रचारक को प्रचार देने के लिए अपने मन में कुछ वचन नहीं था। ये पढ़ा हुआ वचन कई बार ऐसा बोलते रहते थे, അവിടെ എന്താ പറഞ്ഞത്? എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, मेरी ओर फिरो, उद्धार पाओ. അദ്ദേഹം തുടർന്ന് ഈ ഇദ്ദേഹത്തെ കാണുവാനിടെ പുതിയ ഇതായിട്ട് വന്നതായ ഈ ബാലനെ കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് നീ വളരെയധികം ഒരു അരിഷ്ട മനുഷ്യനായിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. वो व्यक्ति ये स्पर्जन को देखते हुए उनको कहने लगा, तो बोझ उठाने वाला एक व्यक्ति है, ऐसे कहा है. നീ ഇങ്ങനെ വിഷമിച്ച് പരാജയപ്പെട്ടവനായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. तूने ऐसे प्रकार के उठाकर दुख भरी रहने का कोई आवश्यकता नहीं है, कहा है. നീ ആകെ ചെയ്യേണ്ടത് ക്രൂശിലേക്ക് നോക്കുക, ആ സ്നേഹം എന്താണെന്ന് രുചിച്ചറിയുക എന്ന് പറഞ്ഞു. तूने क्रूस की ओर देखो और जीने का रास्ता मैं तुम्हें दूंगा. 15 വയസ്സുള്ളതായ സ്പർജൻ അന്ന് തന്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയുണ്ടായി. 15 वर्ष की उम्र वाले स्पर्जन ने अपना जिंदगी जीवन मसीह की फायर की धले और अर्पण किया है. ലോകരാജ്യങ്ങളിലുള്ളതായ സഭകളിലേതായ പുൽപ്പറ്റുകളില് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്നും അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു. और दुनिया के कोने कोने तक मंडलियों में स्पर्जन की सेवकाई के बारे में घोषणा कर देता है. എൻ്റെ വചന പഠനത്തിലും വളരെയധികം എനിക്ക് ആശ്രയമായിരിക്കുന്നത്, ഞാൻ റെഫർ ചെയ്യുന്നത് സ്പർജന്റേതായ ക്ലാസിക് വർക്കുകളാണ്. और परमेश्वर के दास का जिंदगी में भी ये स्पर्जन की बहुत सारे विश्वास वचन सेवकाई के बारे में ज्यादा से ज्यादा मानन करते हैं. ആകയാൽ പ്രിയരെ, നാം മിസറബിൾ പേഴ്സൺസ്, റച്ചഡ് പേഴ്സൺസ് ആയിട്ട്, അരിഷ്ട മനുഷ്യന്മാരായിട്ട് പരാജയബോധത്തോടുകൂടി ഇരിക്കേണ്ടവരല്ല. നമ്മെ വിടിവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഇന്നത്തെ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്നും പുറത്ത് കൊണ്ടുവരാൻ ജയിൽ ബ്രേക്കറായ യേശുവിന് കഴിയും. मेरा सुबह के वक्त वाणी सुनने वालों, जानते ही रह, हम पराजित होकर गुलाम में रहने वाले नहीं, जीतते हुए मसीह की शक्ति सामर्थ्य पाकर आगे बढ़ने के लिए आज सुबह ही सत्य और आपका मन मसीह की ओर लाने के लिए हम आह्वानित करते हैं. ദൈവം യുവജനങ്ങൾ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. मसीह ये वचनों में सभी को आदर अनुग्रह दे. आमीन.